എന്തായാലും വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായ ശ്രീ ലവകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ലവകുമാർ, അതായത് ഈ ചുട്ടുപഴുക്കുന്ന വേനൽക്കാലം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. മഴക്കാലം, ആ മഴക്കാലം ഒരു പാഠമായി പ്രകൃതിയുമായി ഇണങ്ങാൻ, അവർക്ക് ആസ്വദിക്കാൻ, അവർക്ക് പലതും കളിക്കാൻ, മഴയത്ത് കുളിക്കാൻ ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് അത് അവധിയെ മാറ്റുകയാണ്. നല്ലൊരു തീരുമാനമല്ലേ? തീർച്ചയായും അതൊരു നല്ലൊരു തീരുമാനമാണ്. അതെ, അത് ജിയോഗ്രഫിക്കലായിട്ട് എന്താണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തുള്ളത്, അതനുസരിച്ച് പോയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും തന്നെ ക്ലാസ് റൂമിൽ അച്ചടക്കത്തോടുകൂടിയും ഹെൽത്തിയോടുകൂടിയും ഇരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ അല്ല, നമ്മുടേതുപോലെ അല്ല. ജൂൺ, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലുള്ള ലീവല്ല അന്താരാഷ്ട്ര തലങ്ങളിൽ. അവിടെ ഇതുപോലെ വിട്ടുവിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ വേണം സമയോചിതമായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട അടുത്ത മേഖലയിലോട്ട്, കോളേജ് എഡ്യൂക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള ഒരുപാട് എൻട്രൻസ് പരീക്ഷകൾ വരും, അതിന്റെ റിസൾട്ട് വരും, പുതിയ അഡ്മിഷൻ വരും. അപ്പൊ അഡ്മിഷൻ ആ സകലം സ്കൂൾ തലത്തിൽ മാത്രമല്ല കോളേജ് തലത്തിൽ ഉൾപ്പെടെയുള്ളതിനകത്ത് മാറ്റം വരുത്തണം. അങ്ങനെ വരുത്താൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എന്തോരം ബുദ്ധിമുട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ജൂൺ മാസത്തിൽ മഴ പെയ്യും, കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും. പക്ഷെ ഇപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം വളരെയധികം കഷ്ടപ്പാടിലാണ്. മാത്രമല്ല ഈ മഴയത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആധിയുണ്ട്. തീർച്ചയായും എല്ലാം ഈ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര നല്ല കെട്ടിടങ്ങളായാൽ പോലും തന്നെ ഈ മഴയത്ത് അവിടെ എത്തുമ്പോൾ അവിടെ അതിന്റെ പാരിസ്ഥിതിക പ്രവണതകൾ അനുസരിച്ച് കെട്ടിടങ്ങൾക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കെട്ടിടങ്ങൾക്ക് മാത്രമല്ല, വഴിയോരങ്ങളിലും സ്കൂൾ കോമ്പൗണ്ടുകളിലും ഒക്കെ ഉണ്ട്. ഇഴജന്തുക്കളും മറ്റുമൊക്കെ തീർച്ചയായും സംഘടിപ്പിക്കുന്ന സമയം കൂടിയാണ് ഇതൊക്കെ. തീർച്ചയായും ലവകുമാർ പറഞ്ഞത് വളരെ അടിവരയിടേണ്ടതാണ്. കാരണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി ഉൾക്കൊണ്ട് വേണം നമ്മുടെ വിദ്യാഭ്യാസത്തെ, വിദ്യാർത്ഥികളുടെ പഠന രീതിയൊക്കെ ചിട്ടപ്പെടുത്താൻ. അതിനനുസൃതമാണ് ഈ മഴക്കാലത്തെ അവധി. മാത്രമല്ല അപകടങ്ങൾ കുറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി നേട്ടം കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുമ്പോട്ട് വെച്ച ആശയത്തെ ശ്രീ വിദ്യാഭ്യാസ വിചക്ഷണൻ വിദഗ്ധൻ കൂടിയായ ലവകുമാർ കണ്ടത്.